ഹലോ എവരിവൺ, പിയാനോയുടെ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. ഇത് നമുക്കിപ്പോൾ പഠിക്കേണ്ട സമയത്ത് സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയ ആളുകൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഈ ഒരു എക്സസൈസ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുമെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എക്സസൈസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് യമഹയുടെ കീബോർഡാണ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിങ്സൊക്കെ മിക്കവാറും കോമൺ ആയിരിക്കും. അല്ലെങ്കിൽ കോർഗ് അല്ലെങ്കിൽ റോളിൻ്റെയൊക്കെ ആണെങ്കിൽ ചെറിയ ഡിഫറൻസ് ആയിരിക്കുമെങ്കിലും നെയിംസൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു 4x4 ഏതെങ്കിലും ഇപ്പം ഒരു റിതം എടുക്കാം. അപ്പോൾ അതെടുത്തതിന് ശേഷം നമുക്കിവിടെ സ്പീഡിനാണ് നമ്മൾ ടെമ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെമ്പോ നമുക്ക് ഒരു 75 നമുക്കത് നോക്കാം. അതിനുശേഷം നമുക്കിവിടെ മെട്രോണോം എന്ന് പറയുന്ന ഒരു നോബ് കാണാനായിട്ട് പറ്റും. ആ മെട്രോണോം ഇട്ടുകൊണ്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള, അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ആ റിതം ഒന്ന് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ റിതത്തിൻ്റെ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതാണ് അപ്പം റിതം 1 2 3 4 1 2 3 4 അതാണ്. നമുക്കിത് ഇടണമെന്നില്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഈ ഒരു താളത്തിൽ വേണം നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കീസിൻ്റെ നെയിംസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടി 2 ബ്ലാക്ക് കീ 3 ബ്ലാക്ക് കീ അങ്ങനെയാണ്, ആ ഒരു പേരിലാണ് ബ്ലാക്ക് കീസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം 2 ബ്ലാക്ക് കീന് തൊട്ട് ലെഫ്റ്റിലുള്ള കീ ആണ് സി എന്ന് പറയുന്ന കീ. അതിനുശേഷം CDEFGABC ഇത്ര നമ്മൾ കാണാതെ പഠിക്കണം. ഈ ഓർഡർ ഒരു സിയിൽ നിന്നും മറ്റൊരു സിയിലേക്ക്, ഇത് പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകും. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ സി നമ്മൾ കണ്ടുപിടിക്കാനായിട്ടാണ് 2 ബ്ലാക്കിന് ലെഫ്റ്റിലുള്ള വൈറ്റ് കീ ആണ് സി. ഇനി നമ്മുടെ ഹാൻഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു കെർവ്ഡ് പൊസിഷൻ ആയിരിക്കണം. ഒരു ബോളൊക്കെ ഇങ്ങനെ പിടിച്ചേക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ ഹാൻഡ് വെക്കണം. അത് നമ്മൾ തമ്പ് സിയിൽ അങ്ങനെ ജിയിൽ വരെ അങ്ങനെ ഫിംഗേഴ്സ് വെക്കുക. അതിനുശേഷം ഒരു സി മുതൽ അടുത്ത സി വരെ എങ്ങനെ പ്ലേ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ എക്സസൈസ് ശരിക്കും. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഈ മിഡിൽ സിയിൽ ഫിംഗർ വെക്കുക. മിഡിൽ സി മീൻസ് ഇവിടെ സി ഉണ്ട്, ഇവിടെയുണ്ട്, ഇങ്ങോട്ട് ഇവിടെ എല്ലാം സി ഉണ്ട്. ഇതാണ് മിഡിൽ സി. അതായത് കീബോർഡ് നോർമലി 5 ഒക്ടേവ് വരുന്ന കീബോർഡിൽ 3ാമത്തെ സി ആണ് മിഡിൽ സി എന്ന് പറയുന്നത്. അപ്പോൾ ആ സിയിൽ ഇതാണ് കീ, അതിൽ കൈ വെക്കുക. എന്നിട്ട് നമ്മൾ അത് കൗണ്ട് ചെയ്തുകൊണ്ട് ഇത് പ്ലേ ചെയ്യുക. ഈ 3rd ഫിംഗറിന് ശേഷം തമ്പ് ഇതിനടിയിൽ കൂടെ വന്ന് എഫിൽ വരണം. ഇങ്ങനെ എഫിൽ, പിന്നെ GABC CBAGFEDC. ഓക്കെ, ഈ ഓർഡർ കാണാൻ പഠിക്കണം. അപ്പോൾ തിരിച്ച് വരുമ്പോഴും തമ്പിന് വന്നതിന് ശേഷം 3rd ഫിംഗർ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ ഈയിൽ വന്ന് ഡി അങ്ങനെ വരണം. ഒരിക്കലും ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ഹാൻഡ് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ വരല്ല. ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് തന്നെ ഇതിനടിയിൽ കൂടെ ഇങ്ങനെ വരണം. ഇനി ഇതേ മെത്തേഡ് തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ യൂസ് ചെയ്യണം. തമ്പ് കഴിഞ്ഞിട്ട് 3rd ഫിംഗർ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് വരണം. തിരിച്ച പോലെ തന്നെ 3rd ഫിംഗർ കഴിഞ്ഞിട്ട് തമ്പ് അടിയിൽ കൂടെ വരണം. ഇത് രണ്ടും താളത്തിൽ തന്നെ നമ്മൾ പഠിക്കണം. അതായത് നമ്മൾ ഈ വേണമെങ്കിൽ ഈ റിതം കിട്ടങ്ങ് പഠിക്കാം, അല്ലെങ്കിൽ മെട്രോണോം ഓണാക്കി കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. ഇത് റൈറ്റ് ഹാൻഡിൽ നന്നായിട്ട് പഠിക്കുക. ഇനി ഇതിൻ്റെ അടുത്തൊരു സ്പീഡുണ്ട്, ഇത് താളം തന്നെ ഇട്ടുണ്ട്. ഇത്രയും ആ ഒരു 3 ലെവലിലുള്ള സ്പീഡിൽ പഠിക്കുക. ടെമ്പോ നമ്മൾക്ക് 75 ഇട്ടേക്കുന്നത്, അങ്ങനെ തന്നെ ഇടണം. 4x4 ആയിരിക്കണം കീബോർഡിൻ്റെ. ബെല്ലാഡ് അങ്ങനെയുള്ള സെഷനിലുള്ള 16 ബീറ്റ് 8 ബീറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും റിതമായിരിക്കണം. ദെൻ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിലും അത് തന്നെ പഠിക്കണം.
ഇത് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ പൊങ്ങിയിരിക്കാൻ പാടില്ല. ഇഫ് നമുക്ക് തമ്പ് കൊണ്ട് ചില പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ സ്മോൾ ഫിംഗറൊക്കെ ഇങ്ങനെ പൊങ്ങി വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതൊക്കെ നമ്മളപ്പോൾ കൺട്രോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് താത്ത് വെക്കണം. പിന്നെ കൈ ഇങ്ങനെ താഴോട്ട് പോകാൻ പാടില്ല. ഇതായിരിക്കണം നമ്മുടെ പൊസിഷൻ. ഈ ഒരു കെർവ് കീയുടെ മേളിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവണം. ഇനി ഇത് സെപ്പറേറ്റ് 2 ഹാൻഡ് കൊണ്ട് പഠിക്കുക. പെർഫെക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം ഇതൊന്ന് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോൾ കുഴപ്പം നമുക്ക് ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിംഗേഴ്സ് ആയിരിക്കും കീസിൽ വരുന്നത്. അപ്പോൾ അത് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കയ്യിലെത്തും എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പറ്റും. നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇത് നമ്മുടെ ഹാൻഡിൽ വന്നതിന് ശേഷം നമുക്ക് തന്നെ ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിലായിരിക്കും നമ്മൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും എല്ലാ എക്സസൈസും നമുക്ക് ഇത്രയൊക്കെ ഒരു ബുദ്ധിമുട്ടേ വരത്തുള്ളൂ പഠിക്കാൻ വേണ്ടി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മളൊരു ഓഡിഷൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തുടർന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.